രാധമടമല്ലേ ഇത്? ഇപ്പൊ ഞാൻ റൂമിൽ വെച്ച് കണ്ടാണല്ലോ. ഇതെങ്ങനെ ഇവിടെ വന്നു? അവർ ഉറപ്പായും തിരിച്ചടിക്കും. സിത്താരയെ പോലുള്ള ഒരാളുടെ തിരിച്ചടി താങ്ങാനുള്ള ത്രാണി നമുക്കുണ്ടാവില്ല മാഡം. പണവും സ്വാധീനവും ആൾബലവും മാത്രം വെച്ച് നോക്കിയാ മൂർത്തി പറഞ്ഞത് ശരിയാ. പക്ഷേ ബുദ്ധിയുടെയും തന്ത്രത്തിന്റെയും കാര്യത്തിൽ ഞാൻ സിത്താരയ്ക്ക് മുകളിൽ തന്നെയാണ് മൂർത്തി. സിത്താരയുമായി ഞാനിപ്പോ വെച്ച ഡീൽ അത് വെറുതെ അല്ല. സിത്താരയുടെ അഹങ്കാരം പിടിച്ച മോൾക്ക് കൂടിയുള്ള പണിയാ. അവളെന്നെ റോഡിൽ വെച്ച് അപമാനിച്ചതിനും ആ സ്ഥലം വിൽക്കണ്ട എന്ന് പറഞ്ഞ് തടസ്സം ഉണ്ടാക്കാൻ നോക്കിയതിനും, അങ്ങനെ എല്ലാം ചേർത്ത് ഒരു വലിയ ചതി. അതാ ഇപ്പൊ എന്റെ മനസ്സിലുള്ളത്. നിഷ്കളങ്കത നടിച്ചും അവരുടെ നല്ല മനസ്സിനെ വാനോളം പുകഴ്ത്തിയും സംസാരിച്ചാൽ മാത്രം മതി. എന്താവശ്യപ്പെട്ടാലും സിത്താര അത് സാധിച്ചു തരും. അതാ നമ്മൾ മുതലെടുക്കാൻ പോകുന്നേ. അല്ല, എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മളെ പുതിയ പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവരും. ആദ്യം കൂടുതൽ ഫണ്ട് നമ്മൾ ചെലവാക്കും. പിന്നീട് ചില അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയും സിത്താരയുടെ നല്ല മനസ്സ് മുതലെടുത്ത് മുഴുവൻ ഫണ്ടും അവരെ കൊണ്ട് ചെലവാക്കുകയും ചെയ്യും. എല്ലാം കഴിഞ്ഞ് നമ്മൾ അവളെ ചതിച്ചു എന്ന് അവക്ക് മനസ്സിലാവുമ്പോ അവളുടെ സ്വത്തിന്റെ 3/4 ഭാഗവും നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അതും ലീഗൽ ലൂപ്പ് ഹോൾസ് ഒന്നുമില്ലാതെ. അതാണ് അവളുടെ മോള് എന്റെ നേർക്കുയർത്തിയ ചൂണ്ടുവിരലിന്റെ വില. അവളുടെ അഹങ്കാരത്തിന് ഞാൻ കൊടുക്കുന്ന ശിക്ഷ. അല്ല, മാഡം പറഞ്ഞതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങി സമ്മതിച്ചു തരാൻ ഈ പെണ്ണുപിള്ളയ്ക്ക് അത്രയ്ക്ക് ബുദ്ധിയില്ലാതിരിക്കുമോ? എല്ലാ വശവും ആലോചിക്കണം മാഡം. ഒരുപക്ഷെ ആ പെണ്ണ് ചെന്ന് അവരോടെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലോ? ചിലപ്പോ സിത്താരയുടെ ഉദ്ദേശ്യവും നമ്മൾ ചിന്തിക്കുന്ന പോലെ ചതി തന്നെയാണെങ്കിലോ? അങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. കണ്ണിൽ നോക്കി ചതിക്കാൻ അവന്തികയുടെ അത്രയും കഴിവ് ആ സിത്താരയ്ക്കില്ല. മൂർത്തി പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നെങ്കിൽ ചതിയുടെ ആ മത്സരത്തിൽ സിത്താരയ്ക്ക് 2ാം സ്ഥാനം കിട്ടൂ. താൻ വാ. ദമ്പതി പൂജയുടെ ആദ്യ ദിവസമാണത്രേ. താൻ റെഡിയാവും, നമുക്ക് പോവാം. എനിക്കെന്തോ ഒരു വയ്യായിക പോലെ. ഞാൻ കുറച്ചു നേരം ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തോട്ടെ. ഗൂഗിളിൽ പോയി തൊഴുതു വന്നാൽ മതി. ഹലോ മോനെ. അമ്മേ, എങ്ങനെ പോന്നു കാര്യങ്ങൾ? എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ടമ്മേ. ഇത് ഇത്രയും ശക്തിയുള്ളൊരു സ്ഥലമാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. പക്ഷേ അമ്മേ. എന്താ മോനെ? ഇതുപോലൊരു ക്ഷേത്ര സന്നിധി വന്ന് സമൃദ്ധിയോടൊപ്പം ദമ്പതി പൂജ നടത്തുന്നത് അതിലൊരു ശരികേടില്ലേ അമ്മേ? നിനക്കെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ? അറിയില്ല, ചിലപ്പോ ദൈവങ്ങൾ എന്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നതായിരിക്കും. നാളെയാ പ്രധാന പൂജ നടക്കുന്നത്. മറ്റുള്ള ഭാര്യാഭർത്തകന്മാരെ പോലല്ലോ ഞാനും സമൃദ്ധി. ഇതുപോലെ അമ്പലത്തില് ഇത്രയും സത്യമുള്ള സ്ഥലത്ത് അവളുടെ ഭർത്താവല്ലാത്ത ഞാൻ ഭർത്താവാണെന്നുള്ള നുണയും പറഞ്ഞ് പൂജയിൽ പങ്കെടുത്ത അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്താലോ എന്നൊരു ഭയം. എടാ, സത്യം അസത്യമൊക്കെ നമ്മുടെ മനസ്സിലാ. ദൈവങ്ങൾ അതാ നോക്കുന്നേ. അവളെ ചതിക്കണമെന്നോ ദ്രോഹിക്കണമെന്നോ ഉള്ള ദുരുദ്ദേശത്തോടെയല്ലോ നീ പൂജയിൽ പങ്കെടുക്കുന്നത്. സമൃദ്ധിയെ നീ മനസ്സിൽ ഭാര്യയായിട്ട് തന്നെയല്ലേ കരുതുന്നത്. പിന്നെ എന്താ അതിലൊരു തെറ്റ്? ഇത്രയും പരിശ്രമിച്ചിട്ടും അവളുടെ ഓർമ്മകൾ തിരിച്ചു വരാത്തത് അവള് നിനക്കുള്ളതായതുകൊണ്ടാ. ഗൗരിമോളുടെ അമ്മയായി ദൈവം അവളെ നിനക്ക് തന്നതാ. ഇന്നല്ലെങ്കിൽ നാളെ നീ അവളുടെ കഴുത്തിൽ താലി കെട്ടും. അതുകൊണ്ട് നീ ചെയ്യുന്നതിൽ ഒരു അസത്യവും ഇല്ല. നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് നിന്റെ നല്ല മനസ്സുകൊണ്ടാ മോനെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയല്ലേ ഇതൊക്കെ. അതുകൊണ്ട് നല്ല മനസ്സോടെയും നല്ല ചിന്തകളോടെയും നീയും സമൃദ്ധയും പൂജയിൽ പങ്കെടുക്ക്. പൂജ കഴിയുന്നതോടെ സമൃദ്ധ നിന്റെ സ്വന്തം ഭാര്യയായി തീരും.
ഇപ്പോ മനസ്സും തണുത്ത പോലെ. എങ്കിൽ ശരിയമ്മേ, ഞാൻ വിളിക്കാം. ശരി മോനെ. കെട്ടേണ്ട സമയത്ത് കെട്ടിയിരുന്നെങ്കിൽ കെട്ടിയോളെയും കൂട്ടി എനിക്ക് ഈ പൂജയെ പങ്കെടുക്കായിരുന്നു. ആ ഇനിയിപ്പോ അടുത്ത ഉത്സവത്തിനാവട്ടെ, കെട്ടുവോ? ഗാതമടമല്ലേ അത്? ഇപ്പൊ ഞാൻ റൂമിൽ വെച്ച് കണ്ടാണല്ലോ. ഇതെങ്ങനെ ഇവിടെ വന്നു? നാടെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആളൊന്നും അല്ലല്ലോ. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? ചതിച്ചോ? മണിക്കുഞ്ഞ് കൃഷ്ണനെ കണ്ടല്ലോ. ഇത്തിരി മുമ്പ് കണ്ടപ്പോ മാഡം വേറെ ഡ്രസ്സിലായിരുന്നല്ലോ. മാഡം മാഡം ഇതൊന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. അല്ല സിതാര മാഡം ഇവിടെ? നീ എന്തൊക്കെയാ മണിക്കുട്ടി പറയുന്നേ? ഓ അത് പിന്നെ മമ്മി റെഡിയാവുന്നല്ലേ ഉള്ളൂ. അയ്യോ മാഡമേ, മാഡം പോയിട്ട് റെഡി ആയിട്ട് വാ. ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. അയ്യോ പൊയ്ക്കോ. അതൊന്നും ശരിയാവില്ല. നീ അയാൾ എവിടുന്ന് പറഞ്ഞു വിടാൻ നോക്ക്. അതെ, എനിക്കിതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടാ. പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ സ്വന്തം കൈകൊണ്ട് ചെയ്താലേ ഈശ്വരന്റെ അനുഗ്രഹങ്ങൾ കൂടുതൽ കിട്ടുന്ന മമ്മി പറഞ്ഞത്. അല്ല നവീൻ സാർ വന്നില്ലേ മാഡം? ഓ വന്നല്ലോ, റൂമിലുണ്ട്. ഗാഥ മാഡം തന്നെയായിരുന്നല്ലേ? വെറുതെ തെറ്റിച്ചു. അല്ല മാഡം, ഒരുവിധമൊക്കെ ആയല്ലോ, ഇത്രയൊക്കെ മതി. അല്ല മാഡം പോയി റെഡി ആയിട്ട് വന്നേ. പോ.